UDF-നെ കണ്ടിട്ടാണ് പാലക്കാട്ടെ ജനത രാഹുലിന് വോട്ട് ചെയ്തതെന്ന് പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പൻ. ഷാഫി പറമ്പിലല്ല, പാർട്ടിയാണ് രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത്. MLA സ്ഥാനം രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നും എ തങ്കപ്പൻ പറഞ്ഞു. ജനങ്ങൾ സത്യത്തിൽ കോൺഗ്രസിൻ്റെ മാതൃകാപരമായ നടപടി അംഗീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം എന്താ പറയുക, ഇതുപോലെയല്ലോ മറ്റു പാർട്ടികൾ ചെയ്തിരിക്കുന്നത്. മറ്റു പാർട്ടികൾ ഇപ്പോഴും ഇതിനേക്കാളും കളങ്കതരായിട്ടുള്ള MLA തുടരുന്നു. ഞങ്ങൾ മാതൃകാപരമായി ഇത് ചെയ്തില്ല നടപടി. ഇതുപോലെ ഒരു പരാതി കിട്ടിയപ്പോൾ പാർട്ടിയല്ല അന്വേഷിച്ചത്, ഈ DGP കൊടുത്തു. അങ്ങനെ മാതൃക കാണിച്ചുള്ള KPCC എടുത്ത നടപടിയെ ജനങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ പോലും മാധ്യമപ്രവർത്തകർ പോലും അതിൻ്റെ ഇങ്ങനെയാണ് മറ്റു പാർട്ടികൾ കണ്ടു പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ കൂടി പറയണം. എൻ്റെ ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, പാലക്കാട്ട് DYFI പ്രവർത്തകരുടെ ലഡു വിതരണം, പടക്കം പൊട്ടിച്ചുള്ള ആഘോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA ഓഫീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ ഉത്തരവ് വന്ന ശേഷവും ആ MLA ഓഫീസ് അതേപോലെ പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ പ്രതികരണങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിൽ വീടുതോറും കയറി കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിനിടെയാണ് ഒരു വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയത്. പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. എന്താണ് പാലക്കാട്ടെ സാഹചര്യം, ഷംന? വിജയകുമാർ, അതുതന്നെയാണ്. മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ആഹ്ലാദ പ്രകടനവുമാണ് BJP-യുടെയും DYFI-യുടെയും ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. നഗരത്തിന്റെ മധ്യത്തിൽ വെച്ച് DYFI പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു, പടക്കം പൊട്ടിച്ചു. ഒപ്പം തന്നെ ഇത് പാർട്ടി ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇപ്പോൾ DCC പ്രസിഡന്റ് അടക്കം നമ്മളോട് സംസാരിച്ചതും അത് തന്നെയാണ്. രാഹുൽ എന്ന വ്യക്തിക്കല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്, മറിച്ച് അത് ഷാഫിക്ക് പോലും ആയിരുന്നില്ല. മറിച്ച് അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി, പാർട്ടിയോടുള്ള സ്നേഹമായിരുന്നു ജനങ്ങൾ തന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള രാഹുൽ പുറത്തു പോയാലും ഇല്ലെങ്കിലും അത് പാർട്ടി ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളത് VK ശ്രീകണ്ഠൻ MP-ക്കാണ്. MP ഇപ്പോഴും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിൽ തന്നെയാണ്. ഇതൊന്നും രാഹുലിനെതിരെ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഉൾപ്പെടെ അതൊരു തരത്തിലും ഈ ഇലക്ഷനെ ബാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം തന്നെ ഈ രാഹുൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ ായിരിക്കെ തന്നെയാണ് UDF-ന്റെ പ്രവർത്തകർക്ക് വേണ്ടി, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീട് കയറി ഇറങ്ങിയത്. ഇതൊന്നും ഒരു തരത്തിലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മതത്തോടെയോ അല്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഇതിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയും പ്രകടിപ്പിക്കുന്നില്ല എന്നുകൂടി പറയുന്നു. പാർട്ടി പാർട്ടിക്ക് അവിടെ കോൺഗ്രസിന് ആശങ്കയൊന്നുമില്ല, പാലക്കാട്ട് ആശങ്കയൊന്നുമില്ല. ഇതുപോലെ ഒരു വൈകുന്നേരം അവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീടുതോറും കയറി വോട്ട് ചോദിക്കുന്നതിനിടെയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ MLA ഓഫീസിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ എവിടേക്ക് പോയി എന്ന് കണ്ടിട്ടില്ല. ദിവസം 8 ആകുന്നു. ആ MLA ഒളിവിലാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. അറസ്റ്റ് അനിവാര്യമാണ്, എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷേ MLA ഒളിവിലാണ്. ആ ഘട്ടത്തിലാണ് പാലക്കാട്ടെ നേതാക്കളുടെയൊക്കെ ഈ വിഷയത്തിലെ പ്രതിരോധം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.